എക്സ്ക്യൂസ് മീ മാഡം, ആരെ കാണണ്ട? ആദി ഹൗസ്. ആദിയുടെ വീട് അതല്ല മാഡം, ഈ വീട്. അല്ല, വാച്ച്മാൻ 407 എന്ന് പറഞ്ഞു. വാച്ച്മാൻ അറിയാണ്ട് പറഞ്ഞതായിരിക്കും മാഡം. ആദിയുടെ വീട് ഇതാണ്. താങ്ക് യു. ഇവിടെയുള്ള എല്ലാ ഫ്ലാറ്റ്സും ഓക്യുപ്പൈഡ് ആണോ? അല്ല സാറേ, ഒരുപാടെണ്ണം കാലിയിട്ട് കിടക്കുന്നത്. ഇതിലുള്ള ഒരു പേജും ഇടാതെ എല്ലാം ഫോട്ടോ കോപ്പി എടുക്കണം. ഫസ്റ്റ്. താങ്ക് യു. പിന്നെ CCTV ക്യാമറ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്? പാർക്കിംഗ് ഏരിയയിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ സാർ. അതെന്താ അങ്ങനെ? അതിവിടെ താമസിക്കുന്നവർ ഒപ്പോസ് ചെയ്തോണ്ട് സാർ. പ്രൈവസിയുടെ കാരണവും പറഞ്ഞ്. ഇവിടെയുള്ള റെസിഡൻസിനെ എൻക്വയറി ചെയ്യണമല്ലോ. ചെയ്യാം സാർ. എല്ലാവരോടും സംസാരിച്ചിട്ട് എനിക്ക് ഇൻഫോം ചെയ്യാം. യെസ് സാർ, യെസ് സാർ. കോപ്പി എടുത്തായിരുന്നു. എല്ലാ പേജും ജെറോക്സ് എടുത്തു സാർ. എന്താ ഇവിടെ? സാർ അവിടെ നിന്ന് വഴക്കുണ്ടാക്കണം സാർ. എന്താ ഇവിടെ നടക്കുന്നത്? സാർ, എന്നെ കാണാൻ വന്ന പെൺകുട്ടിയോട് മിസ്ബിഹേവ് ചെയ്യാ അവരെ. ഇവൻ പറഞ്ഞ സത്യമാണോ? എന്ത് സത്യമാണോന്ന്? പോലീസാണെന്ന് വെച്ച് ഞങ്ങളങ്ങ് പേടിക്കണമെന്നാണോ? എടാ പോത്തേ, നിന്റെ പേരെന്താ? എന്തോ കേട്ടില്ല. പേര് പറടാ. ഞാൻ ആരാണെന്നറിയാതെ താൻ എന്നെ തല്ലിയല്ലേ? പേര് പറത്തേരിക്കേ. എന്റെ അച്ഛൻ ആരാണെന്നറിയോ? ഇനി ചോദിക്കാൻ പറയും. പേരെന്താന്ന്? സത്യ. ഇത് ലാസ്റ്റ് തുടങ്ങിയ. ഇനി വീണ്ടും ഇങ്ങനെ സംഭവിച്ചാൽ നിന്റെ അപ്പനും ഇതുപോലെ തന്നെ കിട്ടും. ഹലോ, ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വല്ലതും വന്നാൽ നിങ്ങൾ വഴക്കിടാൻ പോകണ്ട. പോലീസിനെ ഇൻഫോം ചെയ്യണം. ശരി സാർ. ഇതാരാ? അത് പിന്നെ ഗേൾഫ്രണ്ടാ? അതെ സാർ. തോന്നലുണ്ടല്ലോ. പറയൂ ഹീറോ സാർ. എന്ത് ഹീറോ സാറോ? ഇന്ന് രാവിലെ ആക്ഷനൊക്കെ കാണിച്ച് കലക്കിയല്ലോ. അപ്പൊ ആരാ ഹീറോ? ആക്ച്വലി ഞാൻ അതിനു വേണ്ടിയാ നിങ്ങളെ ഫോൺ ചെയ്തത്. ആദ്യമായിട്ട് നിങ്ങൾ എന്നെ കാണാൻ വന്നിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ. സോറി മീര. അതെ, അവര് തെറ്റിയതേന് നീ എന്തിനാ സോറി പറയുന്നേ? എന്ത് ധൈര്യം അമ്മമാർക്ക്! പട്ടപ്പകലില് ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അയ്യോ മീര, അവന്മാര് വെറും തല്ലിപ്പൊളികളാ. എപ്പോഴും കഞ്ചാവ് അടിച്ച് നടക്കും. അതിൽ സത്യാന്നൊരുത്തനുണ്ട്. അവന്റെ അച്ഛൻ വലിയ ബിൽഡറാ. ഞങ്ങളിപ്പോ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് അവരാ കെട്ടിയത്. ആ അഹങ്കാരം അവൻ കാണിക്കുന്നേ. ശരി, നീ എന്തായാലും കുറച്ച് സൂക്ഷിച്ചിരുന്നോ. അവൻ വരട്ടെ മീര, ഞാൻ അവനെ ശരിപ്പെടുത്തും. അത് പിന്നെ ആ പോലീസിന്റെ അടുത്ത് നിന്റെ ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അത് അല്ല മീര, ആക്ച്വലി അങ്ങനെ പറഞ്ഞാലേ ഒരു വെയിറ്റ് ഉണ്ടാവും, അതുകൊണ്ടാ. ശരി മീര, എന്നാ ഞാൻ നിന്നെ പിന്നെ വിളിക്കാമേ. ഗുഡ് നൈറ്റ്. ഇന്ന് ക്ലാസ്സിൽ എന്താ ചെയ്ത്? എപ്പോ നോക്കിയാലും ഇങ്ങനെ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുകയാണ്. ബോറടിക്കാണ്.
ഞാൻ വേറെ ചാനൽ വെക്കാൻ പോവാ. ஓஹோ இந்த பாரெல்லாம் சுற்றி வரும் பஞ்சநதிகளா நீங்கள்? ஆஹா, அழகான பெயர். இனி இந்த மண்ணில் காவிரி தலையாய நதியாக விளங்கட்டும். விநாயகப் பெருமானின் அருளால் என் தமிழ்மண்டலத்திலிருந்து புறப்பட்டு இந்த தமிழ் மண்டலத்தையே அலங்கரிக்கும். കാവേരിക്കരയെന്ന് എഴുതിയിട്ടുണ്ട്. ഏതോ ആറിനെ കുറിച്ച് എഴുതിയിരിക്കാന്നാ തോന്നുന്നേ. അപ്പോ കാവേരി എന്നത് ഒരു ആറിന്റെ പേരായിരുന്നെന്നാ വിചാരിച്ചിരുന്നത്. അതൊരു പെണ്ണിന്റെ പേരായിരുന്നെന്ന് എന്റെ മൈൻഡിൽ തോന്നിയില്ലല്ലോ. ഇത് ആറ്റിൻകരയല്ലേ? കര, അതായത് സ്റ്റെയിൻ. കാവേരി ഒരു പെണ്ണിന്റെ പേരായിരുന്നോ? ഒരു മിനിറ്റ്. വല്ലതും കഴിച്ചിട്ട് പോടാ. ജബായുടെ ബിലോങ്സ് എടുത്തുണ്ട്. അയാളുടെ മകളെയും കൂട്ടിക്കൊണ്ട് വരണം. 10 മിനിറ്റിനുള്ളിൽ ഡോസ്കോഡ് ആ അപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. ഓക്കെ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. അവരെ വിളിച്ചോണ്ടിരാൻ പറ. വിളിച്ചോണ്ട് വാ. അതെ അതെ തന്നെ. സാർ, കാവേരി എന്ന പേരുള്ള ഒരു പെണ്ണെ കാണും. കാവേരിയോ? ആ പേരിൽ ഇപ്പോൾ ഇവിടെ ആരുമില്ല സാർ. ഇപ്പൊ ഇല്ലെന്ന് പറഞ്ഞ ഇതിനു മുമ്പുണ്ടായിരുന്നു. 6 മാസം മുന്നേ കാവേരി എന്ന പേരിലൊരു കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി മരിച്ചുപോയി സാർ. മരിച്ചുപോയോ? എങ്ങനെ? മേലെ നിന്ന് കാല് വഴുതി താഴെ വീണതാ സാർ. എത്രാമത്തെ ഫ്ലോർ? സാർ സാർ 4ാമത്തെ ഫ്ലോറിൽ ഫ്ലാറ്റ് നമ്പർ വെച്ച് നായ കുരയ്ക്കുന്നു സാർ. ഇതാണോ പെണ്ണിന്റെ വീട്? ഇതല്ല സാർ. പിന്നെ ഏതാ? ദേ ആ വീടാ സാറേ. ആ വീട്ടിലിപ്പോ ആരാ ഉള്ളത്? അവിടെ ഇപ്പോൾ ആരുമില്ല സാർ. ആ കുട്ടി മരിച്ചതിന് ശേഷം എല്ലാവരും വീട് വെക്കേറ്റ് ചെയ്ത് പോയി സാർ. അപ്പൊ ഈ വീടോ? ഇത് ബിൽഡിംഗ് ഓണർ മിസ്റ്റർ വരദരാജന്റെ വീടാ സാർ. അദ്ദേഹം എപ്പോഴെങ്കിലുമൊക്കെ വരാറുള്ളൂ. ഓഹോ. ഈ വീടിന്റെ ചാവി? ഈ വീടിന്റെ താക്കോല് അദ്ദേഹത്തിന്റെ മോന്റെ കയ്യിലുണ്ടാവും സാർ. അവന്റെ ഫോൺ നമ്പർ എന്താ? 9840540362. സാർ നോട്ട് റീച്ചബിൾ ആണ് സാർ. ലോക്ക് പൊട്ടിച്ചാലോ? വാറണ്ടായിട്ട് വരാം. ലെറ്റ്സ് ഗോ.